കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനത്തിന് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ വൈകിയില്ലെന്ന് വാഹനയുടമ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അപകടം നടന്നപ്പോൾ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു. ഉടൻ തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചതായും ഉടമ ജയമോഹൻ കൈരളി ന്യൂസിനെ അറിയിച്ചു. അപ്പോൾ ഈ കൂടുതലായിട്ട് ഇത് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാൻ സാധ്യതയുള്ള ബീമുകൾ ആദ്യമേ ഫയർഫോഴ്സ് കട്ട് ചെയ്ത് നീക്കി അതിന് ശേഷമാണ് നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അപ്പോൾ അതാ റൂഫ് സ്ലാബ് ഏത് സമയത്ത് വേണമെങ്കിലും താഴേക്ക് പതിക്കാം. അങ്ങനെ പതിച്ചാൽ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഒരുപാട് ജീവഹാനി ഉണ്ടാവും. കെട്ടിടമിടിഞ്ഞ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിക്കാനിടയായത് രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആരോപിക്കുന്നത്. എന്നാൽ അപകടം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ ഇടപെടലുണ്ടായി. ഇത് തെളിയിക്കുന്നതാണ് ഫോൺ കോൾ രേഖ. വാഹനമെത്തിക്കാൻ 10:53 നിർദ്ദേശം നൽകിയതായി വാഹന ഉടമ ജയ്മോൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കോള് വരുന്നത് ഏകദേശം ഒരു 10:50 കോള് വരുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ ഇവിടെ ഒരു ഭിത്തി ഇടിഞ്ഞ് വീണിട്ടുണ്ട്, അപകടമാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ ഹിറ്റാച്ചി ഇവിടെ തിരിച്ചു കൊണ്ടുപോകുക. കാര്യം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാരണം 2 ദിവസമായിട്ട് ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ ഈ ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് 10:50 കോള് വരുന്നു. 10:53 ഞാൻ ഷിഫ്റ്റിംഗ് വണ്ടിയിൽ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്. അപകട സ്ഥലത്തേക്ക് വാഹനം എത്തിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതായി ജയ്മോൻ പറഞ്ഞു. നല്ല തടസ്സങ്ങളായിരുന്നു. കാര്യം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു വഴികളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു പാസ് വേ നിർമ്മിച്ചിട്ടുള്ള അതിലൂടെ, അതായത് രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പാസ് വേയിലൂടെ, അതായത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു പാസ് വേയിലൂടെയാണ് ഇത്രയും വെയിറ്റുള്ള ഈ മെഷീൻ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ ആ പാസ് വേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇടിക്കുന്ന രീതിയിൽ ബീമുകളുണ്ടായിരുന്നു. അത് പിന്നെ ഫയർഫോഴ്സ് വന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിൽ 2 ഭിത്തികളുടെ ഇടയിൽ, അപ്പോൾ ആ ഭിത്തി പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഹിറ്റാച്ചി കൊണ്ട് തന്നെ പൊളിച്ചു മാറ്റി. അതിനൊക്കെ കുറച്ച് സമയം പോയിട്ടുണ്ട്. ബിന്ദുവിന്റെ മരണം ശ്വാസം മുട്ടിയല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. തലക്കേറ്റ മാരകക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. കൈരളി ന്യൂസ്, കോട്ടയം.